ഇൻഡിപെൻഡൻസ് ഡേ ഫ്രീ ക്ലാസ് ഡേ 1 ആണ്. അപ്പോൾ അതിനൊക്കെ വേണ്ട സാധനങ്ങൾ സാറ്റിൻ ബോ, ജെങ്ക്രിങ്സ്, റിബൺ ഞാനിതുപോലത്തെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കളറും എടുക്കാം. അതുപോലെ നെക്ലേസ് കൊളുത്ത്, കൊളുത്ത്, അതിലേതെങ്കിലും ഒന്ന് മതിയേ. ചെയിന്, നമ്മൾ ഇന്ന് റിബണിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ റിബൺ കൊണ്ട് ഒരു മാല, ഒരു കമ്മൽ, ഹെയർ ബോ ഇത്രയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഒരു ചെറിയ പീസ് റിബൺ മുറിച്ചെടുക്കാം. ഇനി അത് 2ആയി മടക്കാം. ഒരു പീസിൻ്റെ മുകളിലോട്ടേക്ക് മറ്റൊരു പീസ് വരുന്ന രീതിക്ക് വേണം മടക്കാൻ. ഇനി അതിൻ്റെ നടുവശത്തൂടെ നമ്മൾ സൂചി കുത്തി ഇറക്കി തുന്നിയെടുക്കാം. ഇതുപോലെയാണ് മടക്കേണ്ടത്. ഇനി സൂചി ഇതുപോലെ കുത്തി ഇറക്കി തുന്നിയെടുക്കാം. എന്നിട്ട് നടുഭാഗത്തൂടെയാണ് നമ്മൾ സൂചി ഇറക്കിയിട്ടുള്ളത്. ഇനി അത് നല്ല ടൈറ്റാക്കി കെട്ടിയെടുക്കാം. ഇതിൻ്റെ മെയിൻ ബേസ് ഇത്ര മാത്രമേ വരുന്നുള്ളൂ. ഇനി നമ്മൾക്ക് ഇത് കെട്ടിയ ശേഷം 3ഓ 4ഓ കെട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന നൂല് കത്രിക വെച്ച് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം കത്രിക വെച്ച് മുറിച്ചെടുക്കുക. ഇതിപ്പോൾ ഇതേപോലെ കെട്ടിയെടുത്ത ശേഷം ഇതുപോലെ ബാലൻസ് ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ജെങ്ക്രിങ്സ് എടുക്കുന്നുണ്ട്. ജെങ്ക്രിങ്സ് ഒന്ന് അകത്തി കൊടുക്കുക. ന്യൂസ് പ്ലെയർ വെച്ചിട്ട് ഒന്ന് അകത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കെട്ടിയ ആ നൂലില്ലേ, അതിൻ്റെ ഉള്ളിലോട്ട് ജെങ്ക്രിങ്സ് ഇട്ട് കൊടുക്കുക. ജെങ്ക്രിങ്സ് ഇട്ട ശേഷം കമ്മൽ ഹുക്ക് കൂടി ഇട്ട ശേഷം നമുക്ക് ആ ജെങ്ക്രിങ്സ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു കമ്മൽ ഹുക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തോട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോണോ പേളോ മുത്തോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തോട്ടേക്ക് സ്റ്റോണോ പേളോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ആക്കിയെടുത്തത് അതുപോലെ തന്നെ കമ്മൽ ഹുക്കില്ലാതെ ഒരു ലോക്കറ്റ് മാത്രം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാലയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിനു വേണ്ടി ഇതേപോലെ ഒരു ചെയിൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഴുത്തിൻ്റെ അളവ് നോക്കിയിട്ട് ആ ചെയിൻ കട്ട് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അതിലോട്ടേക്ക് ജെങ്ക്രിങ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആക്കിയെടുത്തിട്ടില്ല ആ ഫ്ലവറിലേക്ക്, ആ ലോക്കറ്റിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ജെങ്ക്രിങ്സ് ഈ മാലയിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ മാലയിലോട്ടേക്ക് ജെങ്ക്രിങ്സ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ ബാക്ക് ഭാഗം ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഈ ചെയിന് വലിയ കണ്ണികളുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കൊളുത്ത് അല്ലെങ്കിൽ നെക്ലേസ് കൊളുത്തോ തന്നെ മതിയാവും.
ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിതിൽ നെക്ലേസ് കൊളുത്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എസ് കൊളുത്ത് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ ജങ്ക് റിങ്സ് എങ്ങനെ ഇടാമെന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ നെക്ലേസ് കൊളുത്ത് എടുത്തിട്ട് അതിൻ്റെ ചെയിൻ വരുന്ന ഭാഗം ഊരിയെടുത്ത് അത് ഓപ്പോസിറ്റ് ഭാഗത്ത് വേണമെങ്കിൽ